ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സിറ്റുവേഷൻഷിപ്പിന്റെ സൈനുകൾ എന്തൊക്കെയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സിറ്റുവേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക, അതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പലർക്കും അറിയണ്ടാവില്ല എൻ്റേത് ശരിക്കും ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിറ്റുവേഷൻഷിപ്പ് മാത്രമാണോ എന്നുള്ളത്. അപ്പം നമുക്ക് സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിന് പ്രത്യേകിച്ച് ഒരു പേര് നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇത് റിലേഷൻഷിപ്പ് ആണോ, ഒരു ലവ് റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്നാൽ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല. ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതായത് പ്രണയമാണോ വെച്ച് കഴിഞ്ഞാൽ പ്രണയമാണെന്ന് പറയാനും പറ്റില്ല, എന്നാൽ എവിടേക്കോ എന്തൊക്കെയോ ഉള്ളതുപോലെ. ഫ്രണ്ട്ഷിപ്പ് ആണോ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടാണ്, പക്ഷേ എന്നാൽ അങ്ങനെയല്ല, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു റിലേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാൻ ഇയാളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ലൈഫ് എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ഒരിക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കില്ല. സോ സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഉണ്ടാവുന്ന ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇതിൽ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ പിറ്റേ ദിവസം വലിയ രീതിയിൽ തന്നെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ഒരു സ്ഥിരമായിട്ടൊരു രീതിയിലാവില്ല ഇപ്പോൾ ഉണ്ടാവുക, സെയിം മൂഡ് തന്നെ ആവില്ല എപ്പോഴും ഉണ്ടാവുക, സെയിം വൈബ് ആയിരിക്കില്ല. ഒരു ദിവസം ഓക്കെ ആയിരിക്കും, പിറ്റേ ദിവസം നിങ്ങൾ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ സ്ഥിരതയില്ലാത്ത രീതിയിലാവും ആ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും സിമ്പിളാണ്. നിങ്ങളെ മറ്റാർക്കും പരിചയപ്പെടുത്തുന്നില്ല അവർ. സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ചൊന്നും തന്നെ അവരിടില്ല, മറ്റാരോടും നിങ്ങളെ കുറിച്ച് പറയില്ല. പറയാൻ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതുപോലെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് അവർ ചെയ്യുന്നുണ്ടാവുക. അതായത് ആരോടും പറയാതെ ആരുടെ മുമ്പിലും കാണിക്കാതെ അങ്ങനെ വെക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക, അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടാവുക. അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് യഥാർത്ഥമായുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമല്ല. കാരണം നമ്മൾ ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പ്രണയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ ആയിരിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെങ്കിലും നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല, ആരോടും പറയുന്നില്ല, നമ്മുടെ ആരുടെ മുമ്പിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ അവർ ഓക്കെ അല്ലാത്തതുപോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു പെരുമാറ്റം കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് സിറ്റുവേഷൻഷിപ്പ് ആണ്, ഒരിക്കലും അതൊരു റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുക. ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. തുറന്ന സംസാരമില്ലാത്തത് കൊണ്ട് തന്നെ ഇമോഷണൽ കണക്ഷൻ വളരെ കുറവായിരിക്കും. രണ്ടുപേർക്കും ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഓപ്പൺ ആയിട്ട് രണ്ടുപേരും സംസാരിക്കില്ല, ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. അങ്ങനെ ഒരു കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഒരു റിയൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡെയിലി ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയും, ഫ്യൂച്ചറെ കുറിച്ച് പറയുന്നു, നമ്മളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള പരസ്പരം കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവാം. പക്ഷേ ഒരു സിറ്റുവേഷൻഷിപ്പിൽ നമുക്കത് വലിയ രീതിയിൽ കാണാൻ പറ്റില്ല. അവര് സംസാരിക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെയൊന്നും ആയിരിക്കില്ല ആ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പ് അല്ല, മേ ബി ഒരു സിറ്റുവേഷൻഷിപ്പ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതൊരു സിറ്റുവേഷൻഷിപ്പ് ആവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത്. ഈ സിറ്റുവേഷൻഷിപ്പ് ഒരിക്കലും ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോവില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു സ്ഥിരതയൊന്നും അതിലൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എന്നെ പ്രണയിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരിക്കാനും പറ്റില്ല. കാരണം അവർ പ്രണയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു ലൈഫോ ഒന്നും അതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ തുടരാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ പല ആളുകൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്കൊരാളോട് ഭയങ്കര ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരാളെ പ്രണയിക്കണം എന്നുണ്ട്, അപ്പൊ ആ ആളെ എനിക്ക് ലൈഫിലേക്ക് കൊണ്ടുവരണം. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ മുഖമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. അതായത് ഈ ഒരു സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്കും ആ ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും
ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ടൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. അതെന്തായാലും ആവശ്യമാണ്, കാരണം റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാൻ പറ്റും, അതായത് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സിറ്റുവേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു കാര്യം. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്